അപ്പൊ ശീല പ്രഭുപാദ് പറയണം, ശരിയാണ്, ഭക്തി ദേവി പ്രസാദിച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും ഒരു ഭക്തനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഭക്തി ദേവി എപ്പോഴും പ്രസാദിക്കും? അതായത് ഭക്തനല്ല, ആ സാധകൻ വളരെ സിൻസിയർ എഫേർട്ട് നടത്തുകയാണ്. ഭഗവാനെ പ്രാപിക്കാനായിട്ട് സിൻസിയർ എഫേർട്ട് നടത്തുകയാണ്. കുറ്റങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര പശ്ചാത്തപിക്കുകയാണ്. ഭഗവാൻ ഏകാദശി ചെയ്യണം, 16 മാല ജപിക്കണം, ഭഗവാനായിട്ട് എല്ലാ സേവനങ്ങളും ചെയ്യണം, വളരെ സിൻസിയർ. അതിനാണ് നമ്മൾ സാധന ഭക്തി എന്നാണ്. ഈ സാധന ഭക്തി എത്രത്തോളം നമ്മൾ സിൻസിയറായിട്ട് ചെയ്യുന്നു, അങ്ങനെ ഇരിക്കുന്ന ഭക്തരോട് മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധകനോട് മാത്രമേ ഭക്തി ദേവി കടാക്ഷിക്കുള്ളൂ. സിമ്പിളാണത്. പക്ഷേ ഈ പറഞ്ഞ പ്രാകൃത സാഹചര്യ ആൾക്കാര് അങ്ങനെ അത് എതിർക്കുക, അവരങ്ങനെയല്ല. പക്ഷെ ഇവിടെ ഭഗവത്ഗീത പറഞ്ഞു ശുഷച്ചന്തി, അത് ഈസ് ഓൾവേസ് റിപ്പന്റിങ്, നികച്ചതി, അങ്ങനെയുള്ള ആൾക്കാരെ വേഗം തന്നെ ശാന്തി പ്രാപിക്കും. കൗന്ദേയ പ്രതിജാനീഹി, കൗന്ദേയ നീ ഇവിടെ പോയിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുക, വലിയ സഭകത ഈ വിശ്വാസം ഇല്ലാത്ത സ്മാർത്ത